ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1982. ഇന്ന് ജൂൺ മാസം 4-ാം തീയതി, 155-ാമത്തെ ദിവസത്തിലെത്തി. കഴിഞ്ഞ പുലരിയിൽ അല്പനേരം പങ്കുവച്ച കുഞ്ഞു കാര്യങ്ങളെ കേട്ടതിന്റെ പേരിൽ അധ്യാപകരാരും പിണങ്ങരുതേ. അധ്യാപകനിൽ നിന്ന് ആചാര്യനിലേക്കുള്ള യാത്ര കുറച്ച് വിഷമം പിടിച്ചതാണ്. അതിന് പാഠ്യവിഷയങ്ങൾ സിലബസ് ഹൃദയസ്ഥമാക്കിയാൽ നന്നായിട്ട് അത് വിനിമയം ചെയ്യാനായിട്ട് പരിശീലിച്ചാൽ മാത്രം പോരാ. മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ കുറച്ചുകൂടി പഠിക്കേണ്ടതുണ്ട്, പിടിച്ചെടുക്കേണ്ടതുണ്ട്. ഏതൊരു അധ്യാപകനും ഒരുപക്ഷെ സാധിച്ചേക്കും ഒരു ആപ്പിളിൽ എത്ര കുരുവുണ്ട്, എത്ര വിത്തുണ്ടെന്ന് ബോധ്യപ്പെടുത്താനായിട്ട്, പറഞ്ഞു കൊടുക്കാനായിട്ട്. അങ്ങനെയുള്ളവരെയാണ് പൊതുവെ അധ്യാപകർ എന്ന് വിളിക്കുക. ആ അറിവ് ഇന്ന് പകർന്നു കിട്ടാനായിട്ട് അത്തരം ആളുകളുടെ, നിങ്ങളുടെ അധ്യാപകരുടെ ആവശ്യം പോലുമില്ല എന്ന് നമ്മളൊന്ന് ഓർക്കേണ്ടത് നല്ലതാണ്. കൊണ്ടു നടക്കുന്ന ആ സ്മാർട്ട് ഫോൺ ഏതൊരു കാര്യത്തിലാണ് കുഞ്ഞുങ്ങളെ സഹായിക്കാതിരിക്കുന്നത്? നല്ല വിധത്തിലും നല്ലതല്ലാത്ത വിധത്തിലും. ഒരാപ്പിളിൽ എത്ര കുരുവുണ്ടെന്നുള്ളതല്ല, മറിച്ച് അധ്യാപകനിൽ നിന്നൊരാൾ ആചാര്യനായി മാറിയാൽ ഒരു വിത്തിനകത്ത്, ഒരു കുരുവിനകത്ത് നിന്ന് എത്ര ആപ്പിളിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും, പഠിപ്പിച്ചു കൊടുക്കും. പറയാൻ വളരെ എളുപ്പമാണ് ഈ പറയുന്ന ആൾക്കും. ഇതൊന്ന് പ്രാവർത്തികമാക്കാനായിട്ട് കുറച്ചേറെ പാടുപെടേണ്ടി വരും. സാധിച്ചില്ലെങ്കിലും അതിനായിട്ടുള്ളൊരു പരിശ്രമമെങ്കിലും ആവശ്യമാണ് കേട്ടോ. കുറെ കൂടി നമ്മൾ മുമ്പോട്ട് സഞ്ചരിച്ച് മതിയാവും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ് ക്രിസ്തുയേശുവിനെ തന്നെ നമുക്ക് നല്ലൊരു മാതൃകയാക്കാം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ അവരുടെ ഒരു നിർണായക കാലത്ത് അവർക്കൊരു നല്ല ലോകത്തെ പരിചയപ്പെടുത്താനായിട്ട് സാധിച്ചാൽ എത്രമാത്രം ഒരു വലിയ കർമ്മവും കർത്തവ്യവുമാണ്, ഉത്തരവാദിത്വമാണ് ഓരോ ആചാര്യന്മാരും നിർവഹിക്കുന്നത്. കുറെ കൂടി മാതൃകയായി മാറാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ കുറെ കൂടി പ്രകാശത്തെ ഉറപ്പുവരുത്തണം. കുറെ കൂടി നല്ല മനുഷ്യരായിട്ട് കൂടി നമ്മൾ മാറണം. കുറെ കൂടി നമ്മുടെ ഉള്ളിൽ സ്നേഹവും അവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെടേണ്ട വാത്സല്യവും വന്നു നിറയണ്ടേ. അങ്ങനെ അപൂർവം ചില അധ്യാപകർ ആചാര്യരായി മാറുന്നത് കൊണ്ട് ഭൂമി ഇപ്പോഴും ഇങ്ങനെയൊക്കെ അറിവിന്റെ പ്രകാശം കൊണ്ട് ജ്വലിക്കുന്നുണ്ട്. നമുക്കും ഒന്നുകൂടി ഒന്ന് മാറി നന്നായി ആരംഭിച്ചു തുടങ്ങാം. ആമേൻ.